അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ വേദനിപ്പിക്കുന്ന വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. തെരുവു നായയെ കണ്ട് ഭയന്നോടി 9 വയസ്സുകാരൻ ഒരു കിണറ്റിൽ വീണ് മരിച്ചൊരു സംഭവമുണ്ട്. അതിൽ ഇന്ന് ആ കുഞ്ഞിൻ്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം കണ്ണൂർ പാനൂർ തൂവക്കുന്നിലെ മുഹമ്മദ് ഫസലാണ് ആ കിണറ്റിൽ വീണ് മരിച്ചത്. ഇന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടയിൽ തെരുവുനായ ഈ കുഞ്ഞിനെ ആക്രമിക്കാൻ വരുന്നു. കുഞ്ഞ് ഭയന്നോടുന്നു. ആൾമറയില്ലാത്ത ആ ഒരു കിണറ്റിൽ പോയി ഈ കുഞ്ഞ് വീഴുകയാണ്. അപ്പോൾ കുഞ്ഞ് വീണ് ഭയന്ന് ഓടി പോകുന്നതിനിടയിലാണ് കുഞ്ഞ് വീണ് മരിച്ചത്. ആൾമറയില്ലാത്ത കിണറും ആ കുഞ്ഞിന് എന്തായാലും അപകടം വരുത്തി വെച്ചു. വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. ആ വീട്ടുകാരത് എങ്ങനെ താങ്ങും എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം. നമുക്കൊപ്പം അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, ഈ പ്രദേശത്തൊക്കെ തെരുവുനായ ശല്യം കുറച്ച് നാളായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് അത്തരം സുരക്ഷിതത്വം ഒന്നും ഇല്ലായിരുന്നുവെന്നും കേൾക്കുന്നു. ഇത് ആരുടെ കിണറ്റിലാണ് ഈ കുഞ്ഞ് പോയി വീണത്? എപ്പോഴാണ് ഈ കുഞ്ഞ് വീണ വിവരം അറിയുന്നത് നാട്ടുകാർ? അരുണ, ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ തൂവക്കുന്നിലുള്ള ഇതിന് തൊട്ടടുത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു വയലുണ്ട്. ആ വയലിൽ ഈ പരിസര പ്രദേശങ്ങളിലെ കുട്ടികളെല്ലാം ചേർന്ന് എല്ലാ ദിവസവും കളിക്കാറുണ്ട്. ആ കളിക്കുന്നതിനിടെയാണ് തെരുവുനായ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഓടിയെത്തുന്നത്. അത് കണ്ട്, അല്ലെങ്കിൽ ഈ തെരുവുനായ എത്തുന്നത് കണ്ട് ഭയന്ന് ഓടി കുട്ടികൾ വീട്ടിലേക്കും പരിസര പ്രദേശങ്ങളിലേക്ക്, എവിടെയാണ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലം അവിടത്തേക്ക് ഓടുന്നതിനിടെയാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് വഴിയാണ് കുട്ടികൾ ഓടി വീട്ടിലേക്ക് പോയത്. ഇവിടെ നിന്നും ഒരു 100 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ ഫസലിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. ഇതുവഴി ഓടിപ്പോകുന്നതിനിടെയാണ് ഈ സമീപത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെയാണ് ഈ കിണറുള്ളത്. ഈ കിണറിലാണ് 9 വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് ഫസൽ വീണു പോകുന്നത്. പ്രദേശങ്ങളിലെല്ലാം തന്നെ തെരുവുനായ ശല്യം വലിയ രീതിയിൽ, അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിലുള്ള തെരുവുനായ ശല്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള പഞ്ചായത്ത് അംഗം മുഹമ്മദ് അലി ഉൾപ്പെടെ നമ്മളോടൊപ്പം ഉണ്ട്. ഈ കിണറിലാണല്ലേ? അതെ, ഈ കിണറിലാണ് കുട്ടി വീണത്. ഇന്നലെ വൈകുന്നേരം 5:30 മണിയോട് കൂടിയിട്ടാണ് സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. 4 കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു 300 മീറ്റർ അപ്പുറമുള്ള വയലിലേക്ക് പോയതായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഈ തെരുവുനായ്ക്കളെ കണ്ട് കുട്ടികൾ കൂട്ടത്തോടെ ചെതറിയോടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അങ്ങനെ ഈ കുട്ടിയും പിന്നെ ചെതറിയോടിയ കൂട്ടത്തിലുണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികൾ വിചാരിച്ചത് ഈ കുട്ടി സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്നാണ്. അങ്ങനെ 6:30 മണിയായിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ്, സമീപത്തൊക്കെ നടത്തി ഒടുവിൽ ഈ കിണറിലും ഇറങ്ങി നോക്കി പരിശോധിച്ചപ്പോഴാണ് ഈ കുട്ടി കിണറ്റിന് അകപ്പെട്ടിട്ടുള്ള വിവരം മനസ്സിലാക്കിയത്. അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഉടനെ 5 മണിക്ക് ഈ കുട്ടി ഇവിടെ നിന്ന് ഓടിയ ശേഷം 8 മണിയോട് 7:30 ആ സമയത്താണ് ഈ കുട്ടി ഇങ്ങനെ കിണറിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. 5:30 മണിയോട് കൂടിയിട്ടാണ് കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ടാവുക എന്നാണ് പിന്നെ ഈ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. 2 മണിക്കൂർ നേരം കഴിഞ്ഞു പോയിരുന്നു. ആ സമയമാകുമ്പോഴേക്ക് 7:30 മണിയോട് കൂടിയിട്ടാണ് മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും വലിയ വേദനിപ്പിക്കുന്ന നാട്ടുകാരായിട്ടുള്ള എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. വലിയ രീതിയിൽ ഇവിടെയും മുൻപും ഇത്തരത്തിലുള്ള പരിസര പ്രദേശങ്ങൾ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ഒരു CCTV, കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലുള്ള ഒരു CCTV ദൃശ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഒരു കുട്ടിയുടെ പുറകിൽ ഓടുന്നതായിട്ടുള്ള CCTV ദൃശ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് തെരുവുനായ അതിന് കുട്ടിയുടെ പുറകെ തന്നെ ഓടുന്നത് ഉൾപ്പെടെ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ തെരുവുനായ ശല്യം ഒരിടത്ത് മാത്രമല്ല, കണ്ണൂരിൽ തന്നെ കഴിഞ്ഞ ദിവസം മയ്യിലിൽ ഒരു 3 കുട്ടികളെ ഇത്തരത്തിൽ ആക്രമിച്ചു. വല്ലാത്തൊരു വിഷമം പിടിച്ചൊരു വാർത്തയാണ്. മുഹമ്മദ് ഫസൽ പട്ടി കടിക്കാൻ വന്നപ്പോൾ വല്ലാതെ ഓടിയതാണ്. അങ്ങനെ ഓടുന്ന ഓട്ടത്തിനിടയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ പോയി വീണു. 5 മണിക്ക് കുഞ്ഞ് കളിക്കാൻ പോയി. 6 മണിയായിട്ടും വീട്ടിൽ വന്നില്ല. 6:30 നാട്ടുകാർ തെരച്ചിൽ ആരംഭിക്കുന്നു. 7:30 കുഞ്ഞിനെ ഈ കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയാണ്. 9 വയസ്സേ ഉള്ളൂ എന്ന് ആലോചിക്കണം. 3-ാം ക്ലാസ്സിലെ മറ്റോ പഠിക്കുന്ന കുഞ്ഞായിരിക്കും. ഒന്ന് ആലോചിച്ചു. നമ്മുടെയൊക്കെ ഇവിടെ കാണുന്ന ഈ കുഞ്ഞുങ്ങളുടെ പ്രായമേ ഉള്ളൂ. അത്രയും പോലും പ്രായമില്ല. അപ്പോൾ ആ കുഞ്ഞിനെ വല്ലാതെ ആ കുഞ്ഞ് പേടിച്ചു പോയിട്ടുണ്ടാവും. ആ ആൾപ്പാർപ്പില്ലാത്ത, ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഭയം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടുന്ന സമയത്ത് ആൾമറയില്ലാത്ത കിണറുകൾ അടുത്തുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെയൊക്കെ ഒരു മേൽനോട്ടം അവിടെ ഉണ്ടാവണം. ഈ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഭയന്നു പോകും. അതെ, കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്നത് കുട്ടികളാണ്. കറക്റ്റ്. മറ്റൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഒക്ടോബർ മാസത്തിൽ ഇതേ സ്ഥലത്ത് നടന്ന ഒരു നായ ആക്രമണത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.